ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുനേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ അവസാനത്തെ യൂണിറ്റായ മാനത്തോളം എന്നതിലെ ഏറ്റവും അവസാനത്തെ പാഠമാണ്. മായാജാലം എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി മലയാളത്തിന്റെ ക്ലാസ്സുകൾ മാത്രം മതിയെങ്കിൽ STD 3 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിലും ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ചില മായാജാലങ്ങൾ നാം ചെയ്തല്ലോ. പ്രകൃതിയിലും ഇത്തരം മായാജാലങ്ങളുണ്ട്. അത്ഭുതകരമായ ഒരു മായാജാലത്തെ പറ്റി വായിക്കൂ. എന്റെ കയ്യിൽ എന്തിരിപ്പു? ചെമ്പരുത്തി ചോദിച്ചു. നിന്റെ കയ്യിൽ ഒന്നുമില്ല, ഇന്നലെ നാം വാദിച്ചു. ഇന്നു കൈ തുറന്നു കാട്ടി നമ്മളെല്ലാം നാണിച്ചു. എന്തു നല്ല പട്ടുറുമാൽ, ഒന്ന് മുത്താൻ മോഹിച്ചു. കടവനാട് കുട്ടിക്കൃഷ്ണനാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ ഒരു ചെമ്പരത്തി പൂവിന്റെ ഭംഗിയെ കുറിച്ചാണല്ലേ പറയുന്നത്. ആദ്യത്തെ ദിവസം ചെമ്പരത്തി മൊട്ടായിരുന്നു. ചെമ്പരത്തിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ, മുട്ടാണ്. പിറ്റേ ദിവസം മുട്ട് വിരിഞ്ഞ് പൂവായപ്പോ ആണ് എന്ത് കണ്ടത്? ഒരു പട്ടുറുമാല് പോലെ മനോഹരമായ ഒരു ചെമ്പരത്തി പൂവിനെ അത് കവി കാണുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രകൃതിയുടെ ഒരു മായാജാലമാണ് എന്ത്? ഈ പൂക്കൾ വിരിയുന്നത്, പൂക്കൾക്കുള്ളിലുള്ള പൂമ്പൊടിയും പൂവിന്റെ ഇതളുകളും എല്ലാം. മുട്ടിൽ നിന്ന് പൂ വിരിയുന്നത് പ്രകൃതി കാണിക്കുന്ന ഒരു മായാജാലമാണ് അല്ലേ. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1, കവിത താളത്തിൽ ചൊല്ലും. അത് മക്കൾ നല്ല താളത്തിൽ ടീച്ചർക്ക് ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കണേ. ചോദ്യം 2, ഇതുപോലെ നമുക്ക് ചുറ്റും മറ്റെന്തെല്ലാം അത്ഭുതങ്ങളുണ്ട്? ചർച്ച ചെയ്യൂ. സൂര്യകാന്തി പൂവ് സൂര്യന് നേരെ വിരിഞ്ഞു നിൽക്കുന്നത്, ചന്ദ്രൻ വലുതാകുന്നതും ചെറുതാകുന്നതും, ആകാശത്ത് മഴവില്ല് വിരിയുന്നതും മായുന്നതും, ഓന്ത് നിറം മാറുന്നത്, പല്ലി വാല് മുറിക്കുന്നത്, തൊട്ടാവാടി ചെടിയെ തൊടുമ്പോൾ അത് വാടുന്നത്, ഇതെല്ലാം പ്രകൃതിയിൽ നടക്കുന്ന അത്ഭുത കാഴ്ചകളാണ്. ചോദ്യം 3, കണ്ടെത്തിയ അത്ഭുതങ്ങളെ കുറിച്ച് എഴുതൂ. കവിതയോ കഥയോ വിവരണമോ എന്തുമാവാം. അപ്പൊ നമ്മൾ എഴുതിയ കുറച്ച് അത്ഭുതങ്ങളിൽ ഏതിനെ കുറിച്ചും ആവാം. ഞാനിവിടെ മഴവില്ലിനെ കുറിച്ച് ഒരു 4 വരി എഴുതുന്നുണ്ട്. കവിത: 7 നിറമുള്ള മഴവില്ല്, മാനം മുത്തും മഴവില്ല്, മഴയും വെയിലും ഒരുമിച്ചാൽ വന്നിടുന്നൊരു മഴവില്ല്. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റെന്തും ചെയ്യാട്ടോ പ്രവർത്തനം. അപ്പൊ ഇതൊരു കുട്ടി പാഠമാണ്. ആകെ ഇത്ര കാര്യങ്ങൾ ചെയ്യാനുള്ള ഈ പാഠത്തില്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.